പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മെ ഒരു ഉയർന്ന അളവിലേക്ക് അനുഗ്രഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തയ്യാറാക്കി തന്ന ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നാം അറിയാതെ ചെയ്യുന്ന 5 തെറ്റുകൾ നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക വാതിൽ അടയ്ക്കുന്നു. മൈ ഗോഡ്, അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു വല്ലാത്ത ഒരു 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 അസ്വസ്ഥത തോന്നുന്നല്ലേ. നാം അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ നമ്മുടെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ അടയ്ക്കുന്നു. യെസ്, ബൈബിൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. നാം അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ പോലും പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിന്റെ ഒഴുക്കുകളെ ബ്ലോക്ക് ചെയ്യും. നോക്കൂ, ഏതൊരു മനുഷ്യന്റെയും ആവശ്യമാണ് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുക എന്നുള്ളത്. സമ്പത്താണ് എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം എന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. സമ്പത്തില്ലാതെ നമുക്കൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനായി സാധിക്കുകയില്ല. എന്തിനേറെ പറയുന്നു, നല്ലൊരു കൺവെൻഷൻ ചെയ്യണമെങ്കിൽ പോലും ഏറ്റവും നല്ല രീതിയിൽ അതിനകത്ത് ഒരു സാമ്പത്തിക ചിലവ് ഇട്ടെങ്കിൽ മാത്രമേ ആ കൺവെൻഷൻ ഏറ്റവും മനോഹരവും അനേകരെ ഉൾക്കൊള്ളിക്കുന്നതും ആക്കാനായി സാധിക്കുകയുള്ളൂ. എന്നതുപോലെ കൺവെൻഷൻ തുടങ്ങി ഇങ്ങറ്റം എല്ലാ കാര്യങ്ങൾക്കും സമ്പത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ സാധിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾക്കും സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണ്ടേ? തീർച്ചയായും അനുഗ്രഹിക്കപ്പെടണം. അനുഗ്രഹിക്കപ്പെടാൻ ഒരുപാട് വഴികളുണ്ട്. എന്നാൽ ബൈബിളിൽ പ്രധാനമായും പറയുന്ന 5 തെറ്റുകൾ നാം സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നതിനെ തടയുന്നു. അതിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ചിന്ത നാം കൊണ്ടുപോകുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോയ്ക്ക് നിങ്ങൾ ഒരു ലൈക്ക് കൊടുത്താൽ ഈ വീഡിയോ അനേകരിലേക്ക് എത്തുന്നതിന് അത് സഹായകമാകും. നോക്കൂ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം അറിയാതെ ചെയ്യുന്ന 1-ാമത്തെ തെറ്റ് എന്ന് പറയുന്നത് താങ്ക്സ് ഗിവിംഗ് ആണ്. നന്ദി പറയുന്നവരാണ് നിങ്ങൾ നന്ദി പറയാത്തവർ എന്നല്ല ഈ വാക്കിന്റെ അർത്ഥം. എന്നാൽ നമ്മുടെ വായ് എന്ന് പറയുന്നതിന്, നമ്മുടെ നാവ് എന്ന് പറയുന്നതിന് ഒരു ക്രിയേറ്റിംഗ് പവർ ഉണ്ട്. ചിലതിനെ സൃഷ്ടിക്കാനുള്ള ഒരു അധികാരമുണ്ട്. പവർ എന്ന് പറയുന്നതിനേക്കാൾ അതിനെ അതോറിറ്റി എന്ന് പറയുന്നതായിരിക്കും ശരിയായ ഒരു വാക്ക്. അധികാരമുണ്ട്. നമ്മുടെ ഈ വാക്കുകൊണ്ട് നാം നന്ദി പറയുന്നു. കർത്താവേ, നന്ദി കർത്താവേ, ഈ ദിവസം തന്നതിന് നന്ദി കർത്താവേ എന്ന് പറയുന്ന ദിവസം തന്നെ നമ്മുടെ നാവ് കൊണ്ട് നാം ചിലതിനെ സൃഷ്ടിക്കേണ്ടതിനു പകരം ഇടിച്ചു കളയുകയാണ്, നശിപ്പിച്ചു കളയുകയാണ് എന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, നിങ്ങൾ ചിന്തിച്ചിട്ടില്ല. ഒരു ഉദാഹരണം, ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം വരെ, നിങ്ങൾ രാവിലെ മുതൽ ഈ സമയം വരെ പറഞ്ഞ നല്ല കാര്യങ്ങൾ ഓർത്തു പറയാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ ചിലതെങ്കിലും വിട്ടുപോയാൽ പോലും ഒരു 5 കാര്യങ്ങളെങ്കിലും നിങ്ങൾ നല്ലത് പറയാൻ സാധ്യതയുണ്ട്. എന്നാൽ രാവിലെ മുതൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങളിൽ ഒരു 2 എണ്ണം ഓർത്ത് പറയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് സാധിക്കില്ല. കാരണം എന്താണ്? അത് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പരിചയമുള്ള ഒരു വ്യക്തിയെ കണ്ടു, ഹായ് പ്രൈസ് ദി ലോർഡ്, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവരെ നിങ്ങൾ യാത്രയാക്കുന്നതിന് മുന്നേ ഗോഡ് ബ്ലസ് യു എന്ന് പറഞ്ഞത് നിങ്ങൾ ഓർത്തിരിക്കും. എന്നാൽ നമ്മുടെ മക്കളുടെ മുഖത്ത് നോക്കി, നമ്മുടെ ജീവിതത്തെ നോക്കി നമ്മൾ പറഞ്ഞു, എന്തൊരു നശിച്ച ജീവിതമാ, അല്ലെങ്കിൽ എന്തൊരു വല്ലാത്ത ദിവസമാ, ഇന്നത്തെ ദിവസം കൊള്ളില്ല എന്നൊന്നും പറഞ്ഞത് ഒരുപക്ഷെ നമ്മൾ ഓർത്തിരിക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ നാവ് കൊണ്ട് ദൈവം തന്ന എല്ലാറ്റിനും നന്ദി പറയണം എന്ന് ഞാൻ പറഞ്ഞ ഈ വാക്യപ്രകാരം ദൈവം ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മുമ്പിലുള്ള സ്ട്രഗിൾസിനെ നോക്കിപ്പോലും നിങ്ങൾ ബ്ലെസ് ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. യഹൂദന്മാരുടെ പ്രാർത്ഥനകൾ പഠിക്കുമ്പോൾ, യഹൂദന്മാരുടെ പ്രാർത്ഥനാ രീതികൾ പഠിക്കുമ്പോൾ അവർ എല്ലാറ്റിനും സ്തോത്രം ചെയ്യാൻ വേണ്ടി മാത്രം ചില മണിക്കൂറുകൾ അവർ വേർതിരിക്കുമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്, നമ്മളൊരു 15 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ അരമണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചാൽ അരമണിക്കൂറും നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുകളാണ് നമ്മൾ കൂട്ടുന്നത്. കറക്റ്റ് അല്ലേ? നമ്മുടെ ബക്കറ്റ് ലിസ്റ്റുകളാണ് നമ്മൾ കൂട്ടുന്നത്. എന്നാൽ യഹൂദന്മാർക്ക് അരമണിക്കൂർ പ്രാർത്ഥിക്കാൻ കൊടുത്താൽ അവരേതാണ്ട് 20 മിനിറ്റോളം അവർ ദൈവത്തിന് നന്ദി കർത്താവേ, താങ്ക് യു ലോർഡ് പറഞ്ഞിട്ട് അവർ ദിവസത്തിന് നന്ദി, സമയത്തിന് നന്ദി, ഭക്ഷണത്തിന് നന്ദി, വായുവിന് നന്ദി, വെള്ളത്തിന് നന്ദി, വസ്ത്രത്തിന് നന്ദി, ജോലിക്ക് എല്ലാ നമ്മൾ ഇതിനൊക്കെ നന്ദി പറയണോ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് പോലും അവർ നന്ദി പറയുന്നവരാണ്. ഞാൻ നിങ്ങൾക്കൊരു ആലോചന കൈമാറുകയാണ്. ഇന്നു മുതൽ, നിങ്ങൾ ഇപ്പോൾ മുതൽ പറഞ്ഞാട്ടെ, കർത്താവേ
ഈ വീഡിയോ എന്റെ മുമ്പിൽ കൊണ്ടുവന്നതിനായി നന്ദി. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. കർത്താവേ, ഈ വീഡിയോ എന്റെ മുമ്പിൽ കൊണ്ടുവന്നതിനായി നന്ദി. നിങ്ങൾ അങ്ങനെ ഇടുമ്പോൾ അവിടെ മുതൽ നിങ്ങൾ ഒരു ശ്രദ്ധേയനായ വ്യക്തിയായി മാറുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രേരണ വന്നിട്ടാണ് ഞാൻ ഈ ദൂത് കൈമാറുന്നത്. നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ പണ്ട് ഈ കാര്യങ്ങൾക്കൊക്കെ എതിരായിരുന്ന ഒരാളായിരുന്നു. എന്നൊരു സാമ്പത്തികമായ അനുഗ്രഹം, അതൊക്കെ ലോകപരമല്ല. എവിടെയാണ് അത് ലോകപരമാകുന്നത്? സമ്പത്തില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഞാൻ എന്ന വ്യക്തിക്ക് സാമ്പത്തികം എന്ന് പറയുന്നത് പാപമാണ്, അതിനെക്കുറിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ, ഇത് പറഞ്ഞിട്ട് അടുത്ത നിമിഷം എന്റെ വൈഫ് എന്നോട് പോയി 1 കിലോ പഞ്ചസാര മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ എന്റെ പേഴ്സിൽ നിന്ന് പഞ്ചസാരയുടെ കാശ് കൊടുത്താലേ പഞ്ചസാര കയ്യിൽ വരുവുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ നമ്മളുടെ രക്ഷ, സ്നാനം, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ ഇതൊക്കെ മറന്നുകൊണ്ട് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നത് എങ്ങനെ എന്ന് മാത്രം ചിന്തിക്കുന്നിടത്താണ് ഇത് പാപമായി മാറുന്നത്. പ്രൈസ് ദ ലോർഡ്. അല്ലാത്ത പക്ഷം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നത് നമ്മുടെ ദൈവം നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന തിയറിയാണ്. നാളെ ഇതുമായി ബന്ധപ്പെട്ട 1 മണിക്കൂറുള്ള ഒരു സ്പെഷ്യൽ ക്ലാസ് ഈ ചാനലിൽ നടക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എന്താണ് എന്ന് അറിയണമെങ്കിൽ, കൂടുതലായി എങ്ങനെയാണ് ഫിനാൻഷ്യലി നാം ബ്ലെസ് ചെയ്യപ്പെടുന്നതെന്നും ബ്ലെസ് ചെയ്യപ്പെടാത്തതിന്റെ കാരണം എന്തെന്നും നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ വീഡിയോയ്ക്ക് നിങ്ങളൊരു ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നാളെ കൃത്യം വൈകുന്നേരം 6 മണിക്ക് ഇതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. 7-7:15 വരെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഉള്ള ഒരു 2-2.5 മണിക്കൂർ അന്യഭാഷകളിൽ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയും ഡെലിവറൻസിന് വേണ്ടിയും സ്പെഷ്യൽ ടങ്സ് പ്രയറും നടക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ മീറ്റിംഗിൽ ജോയിൻ ചെയ്താട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. ഇതിന്റെ ലിങ്ക് ഒക്കെ, ഇങ്ങനെയുള്ള സ്പെഷ്യൽ മീറ്റിംഗ്സിന്റെ ലിങ്ക് ഒക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ വേണമെന്നുണ്ടെങ്കിലും അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിന്റെ കമ്മ്യൂണിറ്റി ലിങ്ക്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അംഗമായാൽ തീർച്ചയായിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് ഈ പറയുന്ന മീറ്റിംഗ്സിന്റെ ഒക്കെ ലിങ്കുകൾ ലഭിക്കും. നോക്കൂ, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എല്ലാറ്റിനും നന്ദി പറയുന്നവരാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പെന്നുണ്ടെങ്കിൽ അതിനൊന്ന് നന്ദി പറഞ്ഞേ. ബുക്കുണ്ടെങ്കിൽ ഒന്ന് നന്ദി പറഞ്ഞേ. ഒരു കപ്പ് കാപ്പി കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഒന്ന് നന്ദി. അങ്ങനെ എന്തിനും നന്ദി പറയാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അവിടെ മുതൽ അനുഗ്രഹിക്കാൻ തുടങ്ങും. രണ്ടാമത്തെ കാര്യം, യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നു, നാം കേൾക്കുമ്പോഴല്ല അനുഗ്രഹിക്കും. വചനം കേൾക്കുന്നവരായി മാത്രം ഇരിക്കരുത്, നിങ്ങൾ ചെയ്യുന്നവരായിരിക്കണം. കേൾക്കുന്നത് അനുഗ്രഹമല്ല, ചെയ്യുന്നതാണ് അനുഗ്രഹം വരാനുള്ള വഴി. കേൾക്കുന്നത് അനുഗ്രഹമല്ല. ഞാൻ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നു, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നു, അവിടെ കൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. അനുഗ്രഹിക്കപ്പെടാനുള്ള താക്കോൽ നിങ്ങളുടെ കയ്യിൽ കിട്ടി. ഇനി നിങ്ങൾ അത് ചെയ്യണം, നിങ്ങൾ തുറക്കുമ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പോൾ യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്നു, വചനം കേൾക്കുന്നവനല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, അത് ചെയ്യുന്നവരായിരിപ്പിൻ. നിങ്ങളുടെ നാവ് കൊണ്ട് ഒരിക്കലും നിങ്ങൾ സാമ്പത്തികമായി നിങ്ങൾക്ക് ഒന്നുമില്ലായിരിക്കാം, നിങ്ങളൊരു വല്ലാത്തൊരു ഞെരുക്കത്തിന്റെ അനുഭവത്തിലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ വാ കൊണ്ട് അത് പറയരുത്. ഇയ്യോബിന്റെ മക്കൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ട സമയം ഇയ്യോബിന്റെ സ്റ്റാൻഡ് നിങ്ങൾ നോക്കണം. യഹോവ തന്നു, യഹോവ എടുത്തു. അതിനകത്ത് എവിടെയും നമുക്കൊരു നെഗറ്റീവ് വാക്ക് ഇയ്യോബിന്റെ വായിൽ നിന്ന് വരുന്നത് കേൾക്കുന്നില്ല. കാരണം എന്താണെന്നറിയുമോ? തന്നവന് നിലനിർത്താനും താൽക്കാലികമായി എന്നിൽ നിന്ന് എടുത്തവന് മടക്കിത്തരാനും ശക്തനാണ് എന്ന് ഇയ്യോബിന് വ്യക്തമായി അറിയാമായിരുന്നു. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളെ നോക്കി പ്രവചിക്കുന്നു, ദൈവമക്കളെ, ഒരു കാലം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന നന്മകൾ, സമൃദ്ധി, ബന്ധങ്ങൾ, ഐശ്വര്യം, സമാധാനം, സന്തോഷം, ഐക്യത, സ്നേഹം, ഇതൊക്കെ ഇന്ന് നിങ്ങളിൽ നിന്ന് അന്യം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ സന്ദേശം മാന്യമിത്രം കേട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുകയാണ്, നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുമെങ്കിൽ, നിങ്ങൾ ഒരു താങ്ക്സ് ഗിവറായി നിങ്ങൾ മാറുമെങ്കിൽ, നിങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാറ്റിനെയും നിങ്ങൾ നന്ദിയുള്ള കരുണയുള്ള ഹൃദയത്തോടെ നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സകലതും ഇയ്യോബിന്റെ ജീവിതത്തിൽ മടക്കി കിട്ടിയതുപോലെ സകലതും 10 ഇരട്ടിയും 100 ഇരട്ടിയുമായിട്ട് കൊണ്ടുവന്നിട്ട് ദൈവം നിങ്ങളെ ബ്ലെസ് ചെയ്യാൻ വിശ്വസ്തനാണ്. ഒരു ആമേൻ പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്താട്ടെ. മൂന്നാമത്തെ കാര്യം, മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ യേശു ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, മറ്റൊരാളുടെ വേദന കാണാൻ
നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ ഇല്ലായ്മ കാണാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, മറ്റൊരാളോട് നമുക്കൊരു സഹതാപമോ കരുണയോ ഒരു ഷെയറിങ് മെന്റാലിറ്റി നമുക്കില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ബ്ലെസ്സഡ് ആകത്തില്ല. ഒരു രീതിയിലും ബ്ലെസ്സഡ് ആകത്തില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ബ്ലെസ്സിങ്സ് എല്ലാം തടയും. അത് കേവലം ഒരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് മാത്രമല്ല, ഒത്തിരി ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിൽ തടയപ്പെടും. ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്, തടയപ്പെടും. നമ്മൾ എപ്പോഴും നമുക്കൊരു ഷെയറിങ് മെന്റാലിറ്റി ഉണ്ട്. നിങ്ങളുടെ കയ്യിൽ 10 ആയിരിക്കും ഉള്ളത്, നിങ്ങൾക്ക് 1 കൊടുക്കാൻ മനസ്സ്. ഞാൻ 9 നിങ്ങളോട് എടുക്കാൻ പറയുകയാണ്, പക്ഷെ 1 നിങ്ങൾക്ക് കൊടുക്കാൻ മനസ്സ് വേണം. കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സ് വേണം. ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതിന് വിരോധം സംസാരിച്ച ഒരു മനുഷ്യനാണ് നിങ്ങളോട് ഇപ്പോൾ ഇത് മാറ്റി പറയുന്നതെന്ന് നിങ്ങൾക്കൊരു ഒരു അറിവുണ്ടായിരിക്കട്ടെ. ഞാൻ പണ്ട് ഇതിനൊക്കെ എതിരായിരുന്നു ദൈവമക്കളെ. ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഞാൻ ദശാംശം കൊടുക്കുന്നതിനെതിരായിരുന്നു. ദശാംശം കൊടുക്കുന്നതൊക്കെ പാസ്റ്റർമാരുടെ വയറ് നിറയാനാന്ന് പറഞ്ഞവനാണ് ഞാൻ. ഇതൊക്കെ യുവമാരുടെ കള്ളത്തരമാണെന്ന് പറഞ്ഞവനാണ്. ഈ ദശാംശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അതിനെതിരെ ആ ക്ലാസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവനാണ് ഞാൻ. അത്ര വല്ലാത്തൊരു എനിക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. പക്ഷേ എൻ്റെ ദൈവം, എൻ്റെ ജീവനുള്ള ദൈവം എന്നെ ഇതെല്ലാം പഠിപ്പിച്ചു. ഞാൻ ഈ സാമ്പത്തികം എന്ന് പറയുന്നത് ലോകമെന്ന് പറഞ്ഞവനാ ഞാൻ. എന്നിട്ട് അധ്വാനിക്കാൻ പോവും, എന്നിട്ട് കഷ്ടപ്പെടാൻ പോവും, എന്നിട്ട് പൈസ ഇല്ലാത്തതിന് സ്വയം ഞാൻ എന്നെ ശപിക്കും, സ്വയം ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തും. അങ്ങനത്തെ ഒരു മനുഷ്യനായിരുന്നു ഞാൻ സാമ്പത്തികം ഇതൊക്കെ എന്തിനാ, ഇതൊക്കെ ലോകമല്ലേ. എന്റെ ബുദ്ധി മുഴുവൻ കെട്ടപ്പെട്ടിരിക്കുകയായിരുന്നു ഒരു കാലം. കെട്ടപ്പെട്ട് ഇന്ന് സ്വാതന്ത്ര്യം വന്ന ഈ സമയത്ത് ഞാൻ ചിന്തിക്കുമ്പോൾ, അയ്യോ ഞാൻ എന്തൊരു മൂഢനായിട്ടാ ജീവിച്ചേ, എന്തൊരു വിഡ്ഢിയായിട്ടാ ഞാൻ ജീവിച്ചതെന്ന് ഞാൻ ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. അറിയാവോ, ദൈവം എനിക്ക് തന്ന സ്വാതന്ത്ര്യത്തിനായി നന്ദി, കർത്താവ് എനിക്ക് തന്ന വെളിപ്പാടിനായി നന്ദി. നോക്കൂ ദൈവമക്കളെ, നിങ്ങൾക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടാകണം. നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളെ വചനം പഠിപ്പിക്കുന്നവർക്ക്, എല്ലായിടവും കൊണ്ട് എറിയല്ലേ, വചനം പഠിപ്പിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം. നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു സാധുവായ മനുഷ്യൻ, പാസ്റ്റേഴ്സിന് കൊടുക്കുമ്പോൾ മാത്രമല്ല, ശുശ്രൂഷകർക്ക് കൊടുക്കുമ്പോൾ മാത്രമല്ല, പാസ്റ്റേഴ്സിന് കൊടുക്കണം, ശുശ്രൂഷകർക്ക് കൊടുക്കണം. നിങ്ങളത് മനസ്സിലാക്കണം. അതെന്തുകൊണ്ട് ഞാനത് പറയുന്നു, ബൈബിൾ ഞാൻ നാളെ അതിന്റെ കൂടുതലായിട്ടുള്ള ടീച്ചിങ് നിങ്ങൾക്ക് ഞാൻ ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇവർ ക്രൂശിൽ കിടന്ന കള്ളന്മാരുടെ നടുവിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദരിദ്രനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. സുവിശേഷങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ദരിദ്രനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, വിശന്നപ്പോൾ നിങ്ങൾ എനിക്ക് അപ്പം തന്നു, ഞാൻ രോഗിയായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ കാണാൻ വന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ശിഷ്യന്മാര് പറയുകയാണ്, കർത്താവ് നീ അതിന് എപ്പോഴാ ദരിദ്രനായിരുന്നേ, നീ എപ്പോഴാ രോഗിയായിരുന്നേ, നീ എപ്പോഴാ വിശന്നിരുന്നേ, ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ, ഇങ്ങനെയൊന്നും ഞങ്ങൾ ചെയ്തിട്ടുമില്ലല്ലോ. പറഞ്ഞു, ഇവരിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു സാധുവായ ഒരുത്തനെ നിങ്ങൾ കൈക്കൊണ്ട് ചെയ്തത് എനിക്ക് ചെയ്തതുപോലെയാണ്. നമ്മളിത് ചിന്തിക്കുന്നുണ്ടോ? നമ്മളിത് ഓർക്കുന്നുണ്ടോ? നമ്മൾ മുമ്പിൽ വരുന്നവരെ കാണുമ്പോൾ നമ്മൾ മുഖം കുറച്ചുകൂടെ ഒന്ന് വെട്ടിത്തിരിക്കും. ചിന്തിച്ചേ, നമ്മളൊരു ടൈത്തിനെ കുറിച്ചോ ഓഫറിങ്ങിനെ കുറിച്ചോ ഒക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പയ്യെ അങ്ങ് മുഖം വെട്ടി വലിക്കും. നമ്മൾ മുമ്പിൽ വരുന്ന ഒരു സാധുവായ ഒരു മനുഷ്യനെ കാണുമ്പോൾ നമ്മൾ കണ്ടില്ല എന്നടിക്കും. ഒരാൾ ആവശ്യം പറഞ്ഞു വരുമ്പോൾ എന്റെ വിഷയം അങ്ങ് മാറ്റി. നോ, എനിക്ക് ചെയ്തതുപോലെയാകും, എനിക്ക് ചെയ്തതുപോലെയാകും, യേശുവിന് ചെയ്തതുപോലെ. സോ വിവേചിക്കുക, നിങ്ങൾ വിവേചിക്കുക. ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് കള്ളത്തരം ആത്മീയതയുടെ മറവിൽ നടക്കുന്നുണ്ട്. വിവേചിക്കുക, ആ വിസ്ഡം തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. റൈറ്റായിട്ട് ശരിയായിട്ടുള്ള നിലത്ത് നിങ്ങൾ വിതയ്ക്കുക. ശരിയായിട്ടുള്ള വ്യക്തിയിലേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഹോളി സ്പിരിറ്റിനോട് ചോദിക്കുക. നിങ്ങൾ ഹോളി സ്പിരിറ്റ്, എന്റെ മുമ്പിൽ വരുന്ന വ്യക്തികളെ ഞാൻ സഹായിക്കാറുണ്ട്, പക്ഷെ എല്ലാരെയും ഞാൻ സഹായിക്കാറില്ല. ഞാൻ പൊതുജനത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പോകുന്ന സമയത്ത് പല ആൾക്കാരെ ഞാൻ കാണും, പലരും എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടും. ഞാൻ വിവേചിക്കും, ഞാൻ എല്ലാവർക്കും കൊടുക്കാറില്ല, എന്നാൽ ഞാൻ ഏറിയവർക്കും കൂടെ ഞാൻ നോക്കും. എനിക്കറിയാം ഇത് വ്യാജമാണ്, ഇത് ചുമ്മാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു. പുറത്ത് ഭിക്ഷ ചോദിച്ച് നടക്കുന്ന, ഇവിടത്തെ വീഡിയോ അല്ല, പുറത്ത് എവിടെയുള്ളൊരു വീഡിയോ ആണ്. ഭിക്ഷ ചോദിച്ച് നടക്കുന്ന ഒരു അന്യസംസ്ഥാനക്കാരി സ്ത്രീയുടെ കയ്യിലിരിക്കുന്നത് ആപ്പിളിന്റെ 16, iPhone 16 അവരുടെ കയ്യിലിരിക്കുന്നത് ആപ്പിളിന്റെ. മൈ ഗോഡ്, തുറന്നു പറയട്ടെ, എന്റെ കയ്യിലില്ല ആപ്പിളിന്റെ ഫോൺ. ഹല്ലേലൂയ. ഞാനത് രസകരമായി അങ്ങ് പറയുകയാണ്. അവരുടെ കയ്യിലിരിക്കുന്നത് അത് എഡിറ്റിംഗ് അല്ല,
അത് അല്ല, ഒന്നുമല്ല, അത് ന്യായമായ ഒരു വീഡിയോ, വലിയ ക്ലാരിറ്റി ഒന്നുമില്ല ആ വീഡിയോയ്ക്ക്. അവർ അത് എടുത്ത് കാണിക്കുകയാണ് അത് ചാനലിൽ. അവരുടെ കയ്യിലിരിക്കുന്ന ആപ്പിളിന്റെ 60. പക്ഷെ അവരെന്താ ചെയ്യുന്നത്? അവർ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുകയാണ്. വിവേചിക്കുക. ദൈവം തരുന്ന മണി അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കരുണ കാണിക്കാൻ മറക്കരുതെങ്കിൽ നിങ്ങൾക്ക് കരുണ ലഭിക്കൂ എന്ന് പറയുന്നു. സദൃശവാക്യങ്ങൾ 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം പറയുന്നു. 4-ാമത്തെ കാര്യം കേട്ടോ, 9-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന് ആദ്യം കൊടുത്താൽ നിങ്ങൾക്ക് ബാക്കിയുണ്ടാവും. ഞാനത് നിങ്ങളോട് പറഞ്ഞത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വരുന്നത് ദൈവമാണ് നമുക്ക് ധനം ഉണ്ടാക്കാൻ സമ്പത്ത് തരുന്നത് എന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നാളെ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ആ തരുന്നതിൽ നിന്ന് ദൈവത്തിന് മാറ്റിവെക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചാൽ, നിങ്ങൾക്ക് കഴിയുന്നത് മാറ്റിവെക്കാൻ മനസ്സ് കാണിച്ചാൽ, അത് ശരിയായ സ്ഥലത്ത് നിങ്ങൾ എത്തിച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവം ആ സമയം കൊണ്ടുവരുന്ന റൈറ്റ് പേഴ്സന്റെ അരികിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ലാസ്റ്റ് പോയിന്റ്, 5-ാമത്തെ തെറ്റ് എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന തെറ്റ് എന്താന്ന് ചോദിച്ചാൽ, സദൃശവാക്യങ്ങൾ 13:20 പറയുന്നു, തെറ്റായ കൂട്ടുകെട്ടുകൾ, തെറ്റായ ബന്ധങ്ങൾ അനുഗ്രഹത്തിന്റെ വാതിൽ അടയ്ക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മെ വളർത്തുന്നവരായിരിക്കണം, തളർത്തുന്നവരാകരുത്. ചിലർ വാക്കുകൊണ്ട് തളർത്തത്തില്ല, ചിലർ ഒന്നും കൊണ്ട്, പക്ഷെ അവർ നമ്മുടെ കൂടെ നിന്നാൽ നമുക്ക് ഭയങ്കര നെഗറ്റീവാണ്. കാരണം അവരുടെ ഉള്ളിൽ നിന്ന് ഉള്ളത്, അവർ ചിന്തിക്കുന്നത്, അവരുടെ വീക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സങ്ങളായി മാറാൻ സാധിക്കും. അതുകൊണ്ടാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, തെറ്റായ കൂട്ടുകാർ അനുഗ്രഹത്തിന്റെ വാതിൽ അടയ്ക്കും. സദൃശവാക്യം 13:20 എന്ന് പറഞ്ഞ ബന്ധങ്ങൾ നമുക്ക് നല്ലതായിരിക്കണം. നാം ബന്ധങ്ങളെ ദുരുപയോഗം ചെയ്യുന്നവരാകരുത്. നമ്മുടെ ബന്ധം മറ്റുള്ളവരും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ചിലർ പരിചയപ്പെട്ടാൽ എപ്പോഴും കാശ് ചോദിച്ചുകൊണ്ടിരിക്കും. ചിലർ പരിചയപ്പെട്ടാൽ എപ്പോഴും അതിനുവേണ്ടി മാത്രമേ, അവരുടെ ഒരു ഫോൺ വരുന്നത് കാശ് ചോദിക്കാനായിരിക്കും. അവരുടെ ഒരു ഫോൺ വരുന്നത് അവരുടെ പേഴ്സണലായിട്ട് കാര്യം നടത്താനായിരിക്കും. അവരുടെ ഒരു ഫോൺ വരുന്നത് ഇന്നൊരു പ്രാർത്ഥന വിഷയമുണ്ട്, പ്രാർത്ഥിക്കണേ എന്ന് പറയാനായിരിക്കും. അതിനപ്പുറമായി മറ്റൊന്നും അവരിൽ നിന്ന് പ്രൊഡക്റ്റീവായി വരില്ല. അങ്ങനെയുള്ള ബന്ധങ്ങൾ നാം സൂക്ഷിക്കുക. അത് നമ്മുടെ അനുഗ്രഹത്തിന്റെ വാതിലടയ്ക്കും. നാം അറിയാതെ ചെയ്യുന്ന 5 മിസ്റ്റേക്സ് ഇന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വന്നിട്ട് ചെയ്യാതിരിക്കുന്നതാണോ, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതാണോ, എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റേണ്ടതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ഫെബ്രുവരി 20 21 നാളെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ മീറ്റിംഗ് നടക്കുന്നുണ്ട്. സൂമിലും യൂട്യൂബിലുമായി ലൈവ് സെഷൻ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് വൈകുന്നേരം 6 മണിക്ക് അതിന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. വളരെ ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ക്ലാസ് അതിനകത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടാം, എങ്ങനെ നമുക്കൊരു ഡെലിവറൻസ് ഉണ്ടാകാം, ഉണ്ടായ ഡെലിവറൻസ് എങ്ങനെ നിലനിർത്താം, എന്തുകൊണ്ട് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നില്ല, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം തുടങ്ങി 1 മണിക്കൂർ അടങ്ങുന്ന ഒരു ക്ലാസ് അതിനകത്ത് നൽകുന്നു. താല്പര്യമുള്ളവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ജോയിൻ ആകാം. അതിനകത്തും എല്ലാ മീറ്റിംഗ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകളും ലഭിക്കും. തീർച്ചയായിട്ടും ഈ വിവരം മറ്റുള്ളവരെ കൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിലേക്ക് നിങ്ങൾ എത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകും. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന് സന്തോഷമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ എല്ലാ രീതിയിലും അനുഗ്രഹിക്കപ്പെടുന്നത് ദൈവത്തിന് സന്തോഷമാണ്. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഈ ജ്ഞാനം ലഭിക്കാത്ത, ഈ ഒരു വിസ്ഡം ലഭിക്കാത്ത, ഈ ഒരു റെവലേഷൻ ലഭിക്കാത്ത മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഉയരും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ദൈവത്തിന്റെ മുമ്പിൽ എല്ലാ ദിവസവും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഞാൻ നിറഞ്ഞ മനസ്സോടെ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഗോഡ് ബി വിത്ത് യു.